ഒരിക്കൽ യു വെയർ മൈ ഫേവറേറ്റ്. അന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തു, പ്രേമിച്ചു, വി സ്റ്റാർട്ടഡ് എ റിലേഷൻഷിപ്പ്. ഇന്ന് നീ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിർബന്ധമില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് തന്നെ ഇവിടെ ക്രാക്ക് ആവുകയാണ്. ഇന്നത്തെ പാർട്ട്നേഴ്സ് നോക്കുന്നത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണം, നല്ല സെക്ഷൽ പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ ഫാമിലി തെറാപ്പിസ്റ്റ് ആയിരിക്കണം, എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ആയിരിക്കണം. ഏതൊരു റിലേഷൻഷിപ്പിൽ നോക്കിയാലും ദർ ഇസ് നത്തിങ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് പാർട്ട്ണർ. പെർഫെക്റ്റ് പാർട്ട്ണർ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് പാർട്ട്ണറാണ്. ഒരുപോലുള്ള പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഈ പോർക്കുപ്പൈനുണ്ടല്ലോ, മുള്ളമ്പന്നികൾ പോലെയാണ്. സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കാൻ പറ്റില്ല, കാര്യം അടുത്ത് കഴിഞ്ഞാൽ മുള്ളു കൊണ്ടുവരും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദാറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. രണ്ടുപേർക്കും പെയിൻ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാർസിസ്റ്റുകൾ പലപ്പോഴും എംപാത്തുകളെ തിരഞ്ഞെടുക്കും എന്ന് പറയും. നാർസിസ്റ്റ് എംപാത്തിനെ തിരഞ്ഞെടുക്കുന്നത് എംപാത്ത് ഈസ് എ പേഴ്സൺ ഹു ഗീവ്സ്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എത്ര പെർസെൻറ്റേജ് നാർസിസിസ്റ്റ് ഉണ്ട്? 100% നാർസിസ്റ്റുകളുണ്ട്, ഞാനും നിങ്ങളും ഉൾപ്പെടെ. പണ്ടൊരിക്കലും ഇല്ലാത്തൊരു ചോയ്സ് നമുക്ക് ഇന്നുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ്. സോ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവരും കമ്മിറ്റ്മെൻറ്റ് ഫോബിയ വന്നു. ഇൻ എ റിലേഷൻഷിപ്പ് എല്ലാ ഇംപെർഫെക്ഷൻസും ഉണ്ടാവും. നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണോ അത് ഞാൻ എൻ്റെ സ്ട്രെങ്ത് കൊണ്ട് മറികടക്കും. എൻ്റെ വീക്ക്നെസ് എവിടെയാണോ അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് ഞാൻ യൂസ് ചെയ്യും. When to leave a man in a relationship? നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വളരുന്നുണ്ടോ? ഈസ് ദിസ് ആക്ച്വലി ഹെൽത്തി? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻഡിവിജ്വലിനാണ് വാല്യൂ മോർ ദാൻ സൊസൈറ്റി ഓർ എ ഫാമിലി. എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗ്രോത്തിലേക്കാണ് നീങ്ങുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരുപാട് കാലം റിലേഷൻഷിപ്പ് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ലവ് വേണ്ട, അവർക്ക് പ്രണയം വേണ്ട, പ്രേമം വേണ്ട, അവർക്ക് ഫ്രീഡമാണ്, അവർക്ക് എക്സ്പ്ലോർ ചെയ്യണം. കമ്മിറ്റ്മെൻറ്റ് ഫോബിയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനോട് ഇത്ര ഒരു ഭയം? രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടമുണ്ട്, പക്ഷേ ദേ ഡോണ്ട് വാണ്ട് ടു ബി ടാഗ്ഡ് ഇൻ എ ലവ്. അവർക്കൊരു റിലേഷൻഷിപ്പിലേക്ക് അത് ടാഗ് ചെയ്യേണ്ട ഭയമാണ് കമ്മിറ്റ്മെൻറ്റിനോട്. അതെന്തുകൊണ്ടാണ്? പഴയ കാലത്തെ റിലേഷൻഷിപ്സ് നോക്കിയാലും ദേ വർ ഹൈലി സ്ട്രക്ചേർഡ്. അറേഞ്ച് മാരേജസ് ആയിരുന്നില്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എവിടെയെങ്കിലും ഒരു ലവ് മാരേജ് നടക്കും, ബാക്കിയെല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു. അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ആണെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കുന്നു, പെണ്ണ് കാണുന്നു, കല്യാണം കഴിക്കുന്നു. ആൻഡ് പലപ്പോഴും ലവ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരിഡ്. പലപ്പോഴും ലവ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. പഴയ റിലേഷൻഷിപ്സ് ലാസ്റ്റഡ് ലോങ്. അതിൻ്റെ അർത്ഥം ഹെൽത്തി ആണെന്നല്ല, വി ഡിഡ് നോട്ട് നോ. എന്ന് വെച്ചാൽ ദേ വർ ഓൾ ക്ലോസ്ഡ് റിലേഷൻസ്. കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടി അയച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പുള്ളിക്കാരുടെ റെസ്റ്റ് ഓഫ് യർ ലൈഫ് അവിടെയാണ്. പിന്നെ അവിടെ ഫേസ് ചെയ്യുന്ന ട്രോമകളൊന്നും സെയിം പുരുഷന്മാരുടെ കേസായിരുന്നാലും കുറച്ചുകൂടെ ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരുന്നു, ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ട്രോമാറ്റിക് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇറങ്ങാൻ പാടായിരുന്നു. കാര്യം ഇനി എൻ്റെ ലൈഫ് ഞാൻ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അവെയർനെസ്സിലായിരുന്നു അവർ. സോ അങ്ങോട്ട് സഹിക്കുക എന്നുള്ളതായിരുന്നു കാര്യം. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസ് നോക്കിയാലും ഒരിക്കലും ഒരു ഡിവോഴ്സ് വാങ്ങാൻ സ്വന്തം പേരൻസ് പോലും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഡിവോഴ്സ് വാങ്ങിയാലും അന്ന് പുരുഷന്മാരായിരുന്നു കുറച്ചുകൂടെ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. അപ്പം ഇതുപോലെ സ്ത്രീകൾ ഡിവോഴ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പെട്ടു, നോ വൺ എൽസ് വിൽ മാരി ദം ആൻഡ് സൊസൈറ്റി ജഡ്ജ് ചെയ്യും. ഈ ഫീലിങ്സ് ഒക്കെ അവർക്കുണ്ടായിരുന്നു, സഹിച്ചു നിൽക്കുന്നു. പുരുഷന്മാരുടെ കേസിലും അങ്ങനെയാണ്. ഇഫ് അവർക്കറിയാം, അവർ ലെറ്റ്സ് സേ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് എൻ്റെ പാർട്ട്ണർ ഹാസ് സോ മെനി ഇഷ്യൂസ്, പക്ഷേ സഹിച്ചാലേ പറ്റൂ, ഞാൻ ടേക്ക് കെയർ ചെയ്തേ പറ്റൂ എന്നൊരു ഫീലിൽ വന്നു. ആൻഡ് എല്ലാവരും ടേക്ക് കെയർ ചെയ്തിട്ടുമില്ല. എ ലോട്ട് ഓഫ് അബ്യൂസ് ഹാപ്പൻഡ്, എ ലോട്ട് ഓഫ് ട്രോമ ഹാപ്പൻഡ്. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ല. ഈ സോഷ്യൽ സ്ട്രക്ചറോട് ഇങ്ങനെയായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പം കുടുംബത്തിൽ നിന്ന് മാറി പുറത്തേക്ക് ജോലിക്ക് പോയവരാണെങ്കിൽ പോലും ആ സ്ട്രക്ചറിൽ നിന്നു കുറച്ചുകൂടെ മെയിൽ ഡോമിനേറ്റഡ് ആയിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പുതിയ ആധുനിക റിലേഷൻഷിപ്സിനെല്ലാം ജഡ്ജ് ചെയ്യുന്നത് ഫീലിംഗ് ഓഫ് ബീങ് ഇൻ ലവ് ആണ്. ലവ് ഇസ് ഡിസൈഡിങ് ദ മോഡേൺ റിലേഷൻഷിപ്സ്. ഞാൻ ലവ് എന്ന് ഉദ്ദേശിക്കുന്ന ലവ് മാരേജ് മാത്രമല്ല, ഇന്നത്തെ അറേഞ്ച് മാരേജ് ആയാൽ പോലും ഐ നീഡ് ടു ബി ഇൻ ലവ് വിത്ത് യു ടു സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് തന്നെ ഇവിടെ ക്രാക്ക് ആവുകയാണ്. പഴയതുപോലെ സ്ട്രക്ചർ ഒന്നും സ്ട്രോങ് അല്ല. ഇന്ന് പേരൻസും പറയുന്നത് അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തി ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പയ്യനെ അവൾ കെട്ടുക, ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയും. അവർ തമ്മിൽ പ്രേമത്തിലൊന്നും പറയില്ല, അവർക്ക് തമ്മിൽ ഒരുമിച്ച് പഠിച്ചവരാ എന്ന് പറയും. കാര്യം ആ സോഷ്യൽ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഇൻ മലയാളി ഫാമിലീസിൽ പോലും. ഇപ്പം ചിലയിടത്തൊക്കെ ഇപ്പം തെലുഗു അങ്ങോട്ടൊക്കെ തമിഴ് സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഷ്യൽ സ്ട്രക്ചർ സ്ട്രോങ് ആണ്. നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ ഒരു ഓപ്പൺ സ്ട്രക്ചറായി മാറി, ഓപ്പൺ ഫോർ ഡിവോഴ്സസ് ആയി. അപ്പം അങ്ങനെ നോക്കിയപ്പം ഒന്നെന്ന് വെച്ചാൽ അപ്പം
വാട്ട് ഹാപ്പൻഡ് ഈസ് ലവ് ബിക്കെയിം എ പ്രെഡസസർ, ലവ് ബിക്കെയിം എ ഡോമിനൻറ്റ് ഫാക്ടർ ഓഫ് റിലേഷൻഷിപ്പ്. മറ്റേതൊരു ഇമോഷൻ പോലെ സ്നേഹവും അത് ഇന്നും ഉണ്ടാവും നാളെ ഉണ്ടാവണം നിർബന്ധമില്ല. ഒരിക്കൽ യു വെയർ മൈ ഫേവറേറ്റ്, അന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തു, പ്രേമിച്ചു, വി സ്റ്റാർട്ടഡ് എ റിലേഷൻഷിപ്പ്. ഇന്ന് നീ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിർബന്ധമില്ല. ടുഡേ സംബഡി എൽസ് ക്യാൻ ബി മൈ ഫേവറേറ്റ്. ഇറ്റ് ഈസ് സോ ഈസി ആസ് ദാറ്റ്. എന്നാൽ അത് അത്ര കോംപ്ലിക്കേറ്റഡുമാണ്. സോ ഇത് ഒരു വളരെ ഫ്രജൈൽ ഇമോഷൻ്റെ മുകളിലാണ് ഇന്നത്തെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നിൽക്കുന്നത്. ലവ് ക്യാൻ ബ്രേക്ക് എനി ടൈം, സോ ദ റിലേഷൻഷിപ്പ് ക്യാൻ ബ്രേക്ക് എനി ടൈം. അതൊരു ഫാക്ടറായി. മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ പണ്ടത്തെ റിലേഷൻഷിപ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ പേരൻറ്റിങ് ഉണ്ട്. ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ അവനൊരു തല്ലിപ്പുള്ളിയാണ് മോളെ, നീ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയും. ലൈക്ക് ഞങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് തരികയാണ്, അടുത്ത പേരൻറ്റ് നീയാണ്. സോ ദാറ്റ് പേരൻറ്റിങ് വാസ് ദെയർ. അന്ന് എല്ലാവരും തിങ്ക് ചെയ്തിരുന്നതാണ് മാരേജ് ഇസ് ഓൾ അബൌട്ട് പേരൻറ്റിങ് എന്നുള്ളത്. ഇന്നത്തെ പാർട്ട്നേഴ്സ് അങ്ങനെയല്ല നോക്കുന്നത്. നോബഡി വാണ്ട്സ് പേരൻസ് അല്ലെങ്കിൽ നോബഡി വാണ്ട്സ് ചിൽഡ്രൻ. ഇന്നത്തെ പാർട്ട്നേഴ്സ് നോക്കുന്നത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണം, എൻ്റെ പാർട്ട്ണർ എൻ്റെ നല്ല സെക്ഷൽ പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ ഫാമിലി തെറാപ്പിസ്റ്റ് ആയിരിക്കണം, എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം എന്നെ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസും തരുന്ന ആളായിരിക്കണം. ഈ ബോക്സസ് എല്ലാം ടിക്ക് ചെയ്യണം ഫോർ യു ടു സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് മീ. ഇതിൽ 3 ടിക്കായിട്ട് 2 ടിക്കായില്ലെങ്കിലും ഐ സ്റ്റാർട്ട് ടു ഫീൽ സംതിങ് ഇസ് റോങ്. അപ്പം അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ തീം തന്നെ മാറി. അതുകൊണ്ടാണ് മോസ്റ്റ് റിലേഷൻഷിപ്പ് ഫെയിൽ ആവുന്നത്. അബ്സല്യൂട്ട്ലി. ഇന്നത്തെ റിലേഷൻഷിപ്പിൽ നിൽക്കുകയെന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ നിന്നാൽ മതി, സൊസൈറ്റി നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു. ഇന്നങ്ങനെയല്ല, ഇറ്റ് ഈസ് പേഴ്സണൽ ചോയ്സ്. ഇഫ് എനിക്ക് ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലത്ത് ആരോട് ചോദിച്ചാലും പറയും എനിക്ക് സ്പേസ് തരുന്ന ഒരാളാണ്, എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാണ്, പാർട്ട്ണർ ഹൂ എൻജോയ്സ് സെക്സ് വിത്ത് മീ. ഇതെല്ലാം ദർ ആർ സോ മെനി ബോക്സസ് ടു ബി ടിക്ഡ് ഇൻ മോഡേൺ റിലേഷൻഷിപ്പ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒറ്റ ഇമോഷനാണ് ലവ്. ഇഫ് ലവ് ബ്രേക്സ് എവറിത്തിങ് ബ്രേക്സ്. പിന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയാണ്. നമ്മളിപ്പം ഇന്ന് പറയും യു ഡോണ്ട് ഹാവ് ടു സെറ്റിൽ ഫോർ ലെസ് എന്ന് പറയും അല്ലേ. നമ്മൾ കാർ മേടിക്കാൻ പോലും എന്ത് വാങ്ങിയാലും അവർ പറയും വൈ സെറ്റിൽ ഫോർ ലെസ് വെൻ യു ക്യാൻ ഹാവ് എവറിത്തിങ്. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് വളരെ ബാഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട് തിരിച്ചു പറയാൻ തുടങ്ങി. അബ്സല്യൂട്ട്ലി. എന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻഡിവിജ്വലിനാണ് വാല്യൂ മോർ ദാൻ സൊസൈറ്റി ഓർ എ ഫാമിലി. എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗ്രോത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഞാൻ കുറേയൊക്കെ എൻ്റെ ഫ്രീഡം അവിടെ കോംപ്രമൈസ് ചെയ്യണം. കാര്യം എൻ്റെ പാർട്ട്ണറിന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. ആളുടെ ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ട്രോമ, എൻ്റെ അബാൻഡൻമെൻറ്റ് മൂണ്ടുകൾ, എൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകൾ, ഇതെല്ലാം ആ റിലേഷൻഷിപ്പിൽ അക്കൗണ്ട് ആവുന്നുണ്ട്. ആർക്കാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകാൻ ഇപ്പോൾ സമയം? ഐ വാണ്ട് ടു ബി ഫ്രീ എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു. പിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്തും പണ്ടൊരിക്കലും ഇല്ലാത്തൊരു ചോയ്സ് നമുക്ക് ഇന്നുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ്. ഇന്ന് ചോയ്സസ് കൂടുതലാണ്. ഇന്ന് ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, എല്ലാത്തിനും ദർ ആർ സോ മെനി ഓപ്ഷൻസ് ടു കീപ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ വണ്ടിയുണ്ട്, ആൻഡ് ഐ നോ ദാറ്റ് ഇന്ന് എനിക്കൊരു ചെറിയ EMI കൊടുത്ത് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി സ്വന്തമാക്കാം. ആൻഡ് 10 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വണ്ടികൾ മാർക്കറ്റിലുണ്ട്. വിൽ ഐ കീപ് ഡ്രൈവിംഗ് ദിസ് ഓർ വിൽ ഐ ചൂസ് എ ബെറ്റർ വൺ? കാര്യം ഇന്ന് എനിക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് പുരുഷനായാലും സ്ത്രീ ആയാലും ചോയ്സസ് ഉണ്ട്. ദർ ആർ സോ മെനി പീപ്പിൾ വെയിറ്റിംഗ് ഇൻ ലൈൻ. സോ വൈ വിൽ ഐ സാക്രിഫൈസ് എവറിത്തിങ് ആൻഡ് ബി ഇൻ ദിസ് പ്രൊവൈഡഡ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ്? ഇപ്പം വർക്ക് ചെയ്യുന്ന റിലേഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. സോ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാം ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ വന്നു. Which means that being in commitment means I have to sacrifice a lot of things. And if I'm not ready for it, then I'm not. വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലീൻ്റെയും ഐശ്വര്യ ലക്ഷ്മിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഇവർ വളരെ ആക്സിഡൻ്റലി കണ്ടുമുട്ടുന്ന 2 വ്യക്തികൾ. അപ്പോൾ ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് ഇവർ പറയും നമ്മൾ ഒട്ടും പെർഫെക്റ്റ്ലി മാച്ച് അല്ല, നമ്മൾ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിന്നിലുള്ളത്, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിന്നിലുള്ളത്, നീ ഭയങ്കര ആംബിഷ്യസ് ആണ്, എനിക്കത്ര ആംബിഷൻസ് ഇല്ല, ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഗായിയാണെന്ന് ആസിഫ് അലി പറയും. പക്ഷെ പോകെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ ആയിട്ട് രണ്ടുപേരും ഒരേ പാത്തിലോട്ടേക്ക് ചിന്തിക്കുന്ന 2 വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അന്ന് അവർ ആദ്യം പറഞ്ഞ ആ ഒരു ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊരു രീതിയിൽ വരുന്നുണ്ട്. അവസാനത്തെ ആ ക്ലൈമാക്സിൽ ആ ഒരു ഡയലോഗ് ഉണ്ട്, 2 വ്യക്തികൾ ഒരുപോലെ
ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആകുന്നത്. ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ചായ കുടിക്കട്ടെ, കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ കോഫി കുടിക്കട്ടെ, പക്ഷെ ഒരുമിച്ചിരുന്ന് ചായയും കോഫിയും കുടിക്കൂ എന്ന് പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഒട്ടും യോജിക്കില്ല, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീമിസ്റ്റ് ആണ്, അല്ലെ എനിക്ക് വേണ്ടുന്നതൊന്നും ഈ വ്യക്തിയിലില്ല, നമ്മൾ രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്, അത്രയും ഓപ്പോസിറ്റ്സ് ആണ് എന്ന് വിചാരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്കാണ് മുമ്പോട്ട് നീങ്ങാൻ പറ്റുക. ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ വീക്ക്നെസ് മനസ്സിലാക്കുകയും ആളുടെ വീക്ക്നെസ് എൻ്റെ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ് പുള്ളിയുടെ സ്ട്രെങ്ത് ആണ് എന്ന് തിങ്ക് ചെയ്ത് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആവുക. ഏതൊരു റിലേഷൻഷിപ്പിൽ നോക്കിയാലും ദർ ഇസ് നത്തിങ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് പാർട്ട്ണർ. പെർഫെക്റ്റ് പാർട്ട്ണർ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് പാർട്ട്ണറാണ്. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് പേഴ്സൺ ഹു വിൽ മേക്ക് മൈ ലൈഫ് കംപ്ലീറ്റ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന വ്യക്തിയേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വ്യക്തി വന്നാൽ ഐ എം ലക്കി. ദാറ്റ് ഡസൻറ്റ് കം മോസ്റ്റ് ഓഫ് ദ ടൈം. എന്നാൽ കിട്ടിയ ആളെ എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഏതൊരു റിലേഷൻഷിപ്പ് നോക്കിയാലും ദർ ഇസ് എ 20% കോംപ്രമൈസ്, ദർ ഇസ് എ 20% അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകുന്നതിന് മുമ്പ് വെൻ ഐ വാസ് സിംഗിൾ ഞാൻ ജീവിച്ചൊരു സ്റ്റൈലുണ്ടാവും. എനിക്ക് തോന്നിയ സമയത്ത് കിടന്നാൽ മതി, തോന്നിയ സമയത്ത് എഴുന്നേറ്റാൽ മതി, കള്ളു കുടിക്കാം, സിഗരറ്റ് വലിക്കാം, ഐ കുഡ് ഡു എനിത്തിങ്, അല്ലെങ്കിൽ ഐ കുഡ് ഗോ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഞാൻ എത്ര ഒത്തൻറ്റിക്കായിട്ട് ഞാനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാലും there is always a minimum level of adjustment. ഒരു 20% adjustment ഉണ്ട്. 80% I am what I am and 20% I am going to adjust. രണ്ട് പാർട്ട്ണറുമായി 20% അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മേ ബി ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ വൈഫുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. എനിക്ക് പഴയതുപോലെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് ജോലിക്ക് വന്നിട്ട് ഐ നീഡ് ടു പ്രിപ്പയർ ഫുഡ്. സോ ഐ നീഡ് ടു അഡ്ജസ്റ്റ് സർട്ടൺ പാർട്സ് ഓഫ് മൈസെൽഫ്. ഇത് രണ്ട് പാർട്ട്ണറും തിങ്ക് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് ഔട്ട് ആകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ഓൾവേസ് മീറ്റ് ദ ഇംപെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ എക്സ്പ്ലോർഡ് അല്ലാത്ത ഭാഗങ്ങൾ കാണുകയും വി ടെൻ ടു ഡെവലപ്പ് അവർ സെൽസ്. ഞാൻ ഒരിടത്ത് വായിച്ചു കേട്ടതാണ്, ഒരുപോലുള്ള പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഈ പോർക്കുപ്പൈനുണ്ടല്ലോ, മുള്ളമ്പന്നികൾ പോലെയാണ്. സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കാൻ പറ്റില്ല, കാര്യം ഒരു അടുത്ത് കഴിഞ്ഞാൽ മുള്ളു കൊണ്ടുകയറും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദാറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. രണ്ടുപേർക്കും പെയിൻ അത്. പൊതുവേ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയാണ് ഇൻ എ വേ. എന്ന് വെച്ചാൽ യു ക്യാൻ ലവ് ഈച്ച് അതർ, എന്നാൽ നിങ്ങൾക്ക് എൻമെഷ്ഡ് ആകാൻ പറ്റത്തില്ല. എൻമെഷ്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് യു കാൺ ഗെറ്റ് സോ ക്ലോസ് ബൈ ക്രോസിങ് ഔട്ട് ഓൾ യുവർ ബൗണ്ടറീസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളു കൊണ്ട് കയറും. സോ ദർ ഇസ് ഓൾവേസ് ഒന്നെന്ന് വെച്ചാൽ യു ഫൈൻഡ് ഔട്ട് എ പാർട്ട്ണർ വിച്ച് മേ നോട്ട് ബി പെർഫെക്റ്റ് ഫോർ യു. സെക്കൻഡ്ലി ദെൻ യു ക്രിയേറ്റ്, അല്ലെങ്കിൽ യു ക്രിയേറ്റ് ദറ്റ് സ്പേസ് ഫോർ ഹിം ആൻഡ് യു, എന്നിട്ട് സോ ദാറ്റ് റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ. ഇനിയും ഇതുപോലെ ഇതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, എന്നോട് ചോദ്യത്തിൽ ചോദിച്ചിരുന്നു ദാറ്റ് രണ്ടുപേരും ഇപ്പം ഒരുമിച്ച് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കാപ്പി കുടിക്കുക, ഒരുമിച്ച് ചെയ്യുക വിത്ത് ഓൾ യുവർ ഇംപെർഫെക്ഷൻസ്. അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. സീബ്രയും ഓസ്ട്രിച്ചും, നമ്മൾ സീബ്രയും ഓസ്ട്രിച്ചും ഓൾമോസ്റ്റ് കോ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ്. സീബ്ര ഉള്ളിടത്ത് ഓസ്ട്രിച്ച് ഉണ്ടാവും, ഓസ്ട്രിച്ച് ഉള്ളിടത്ത് സീബ്ര ഉണ്ടാവും. എന്നാൽ നമ്മളിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓസ്ട്രിച്ച് എന്ന് പറയുമ്പം കാഴ്ച ശക്തമാണ്, അതിൻ്റെ നീണ്ടിരിക്കുന്ന കഴുത്താണ്, കേൾവിയാണ് പ്രശ്നം. സീബ്ര തിരിച്ചാണ്, കാഴ്ച ഇച്ചിരി കുറവാണ്, നല്ല കേൾവിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുമ്പം, ഇപ്പം പ്രഡേറ്റർ ആനിമൽ സിംഹവും പുലിയൊക്കെ അടുത്ത് വരുമ്പം ഒരാളുടെ ചെവി വർക്ക് ചെയ്യും, മറ്റേ കണ്ണ് വർക്ക് ചെയ്യും. അപ്പം ആദ്യം ഏതാണോ വർക്ക് ചെയ്യുന്നത്, സീബ്ര ആയിരിക്കും ആദ്യം ഇത് കേൾക്കുന്നത്, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. സീബ്ര കാണുന്ന ഓസ്ട്രിച്ചും കൂടെ ഓടുകയാണ്. രണ്ടുപേരും അവിടെ സേഫാണ് ആ സമയത്ത്. എന്നാൽ ആ സീബ്ര ഓസ്ട്രിച്ചിനോട് പറയുവാണ്, എനിക്ക് നല്ല കേൾവിയാണ്, നീ പൊട്ടനാണല്ലോ. ഓസ്ട്രിച്ച് തിരിച്ചു പറയുകയാണ്, എനിക്ക് നല്ല കാഴ്ചയാണ്, നീ അന്ധനാണല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ട് നിന്നാൽ രണ്ടുപേരും മറ്റൊരു മൃഗത്തിൻ്റെ ഡിന്നറായി അന്നത്തെ. ഇൻ എ റിലേഷൻഷിപ്പ് എല്ലാ ഇംപെർഫെക്ഷൻസും ഉണ്ടാവും, പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് യുവർ പാർട്ട്ണർ, ദിസ് ഇസ് യുവർ പ്രോബ്ലം, ഹൗ ക്യാൻ ഐ മേക്ക് യൂസ് ഓഫ് യുവർ ഇംപെർഫെക്ഷൻസ്? നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണോ അത് ഞാൻ എൻ്റെ സ്ട്രെങ്ത് കൊണ്ട് മറികടക്കും. എൻ്റെ വീക്ക്നെസ് എവിടെയാണോ അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് ഞാൻ യൂസ് ചെയ്യും. പരസ്പരം
മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് റിലേഷൻഷിപ്പ് ബിക്കം സോളിഡ്. ഒരു റിലേഷൻഷിപ്പിൽ അടിയാകുമ്പോൾ ഇപ്പോൾ രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് നീ നാർസിസിസ്റ്റ് ആണ്, അല്ല നീയാണ് നാർസിസിസ്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഇവരാണോ യഥാർത്ഥ നാർസിസിസ്റ്റ്, അതോ നമ്മളാണോ യഥാർത്ഥ നാർസിസിസ്റ്റ്, അതോ നമ്മൾ നാർസിസിസം ഫേക്ക് ചെയ്യുന്നതാണോ? എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ നാർസിസിസ്റ്റിന്റെ ഒരു പാറ്റേൺസ് ഓഫ് ബിഹേവിയർ? ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരും നാർസിസ്റ്റുകളാണ്, എല്ലാവരും നാർസിസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നാർസിസ്റ്റ്? ഇപ്പം നാർസിസിസം എന്ന് നമ്മൾ പൊതുവേ പറയുമ്പം എ പേഴ്സൺ ഹു ഇസ് സോ ഒബ്സസ്ഡ് വിത്ത് ഹിംസെൽഫ്. സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ അതിരുകളൊക്കെ വിട്ട് ഐ എം സോ, ഇറ്റ്സ് നോട്ട് ഈവൻ സെൽഫ് ലവ്, സെൽഫ് അബ്സോർപ്ഷൻ എന്ന് പറയും. ലൈക്ക് ഞാൻ എന്നിലേക്ക് നോക്കി ഐ എം സോ സുപ്പീരിയർ, എവ്രി വൺ ഷുഡ് വർഷിപ്പ് മീ, എൻ്റെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്ന് പറയും. സോ ഐ എം ദിസ് ലെവൽ ഓഫ് സുപ്പീരിയർ എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നാർസിസിസ്റ്റ് എന്ന് പറയും. നാർസിസസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് ദേവനിൽ നിന്നാണ് ഈ പേര് വന്നത്. പുള്ളി ഇതുപോലെ പണ്ട് കണ്ണടകളില്ലായിരുന്നു, ഐ മീൻ കണ്ണാടിയില്ലായിരുന്നു. അപ്പം ഒരു ദിവസം പുള്ളി വെള്ളം കുടിക്കാൻ, അപ്പം പുള്ളി ഭയങ്കര സമൂഹത്തിൽ അക്സെപ്റ്റഡ് ആയിരുന്നു, ഭയങ്കര സുന്ദരനായിരുന്നു. ഒറിജിനൽ സ്റ്റോറി, ഇറ്റ്സ് എ ലെജൻഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ ലെജൻഡ് എന്ന് പറയുമ്പോൾ ആവാം, അല്ലാതിരിക്കാം. പക്ഷേ ഇതൊരു ഗ്രീക്ക് സ്റ്റോറിയാണ്. നാർസിസസ് എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ പുള്ളി ഒരു ദിവസം ഇങ്ങനെ ഒരു തോട്ടിലേക്ക് ഇതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി മുട്ടയിൽ നിന്ന് കുനിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളിയുടെ ആൾ രൂപം വെള്ളത്തിൽ കണ്ടപ്പം പുള്ളിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് പുള്ളിക്ക് എപ്പോഴാണ് മനസ്സിലായത്. സ്വന്തം സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പുള്ളി. എന്നിട്ട് ആകൃഷ്ടനായിട്ട് പുള്ളിയെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു, അവിടെ നനങ്ങിയില്ല. അപ്പോൾ പുള്ളിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. അപ്പോൾ കാമുകി വന്ന് പുള്ളിയെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കാമുകിനെ തട്ടി മാറ്റുകയാണ്. എന്നേക്കാളും സൗന്ദര്യമുള്ള ഒരാളും ഇല്ല, നീ പോലും എന്നെക്കാളും വലുതല്ല എന്ന് പറഞ്ഞ് ആ രൂപത്തെ നോക്കി ഇരുന്ന് മരിക്കുകയാണ് പുള്ളി. അതാണ് ആ കഥ. ആ നാർസിസിസ്റ്റിൽ നിന്നാണ് നാർസിസിസ്റ്റ് വന്നത്. നാർസിസിസ്റ്റിനെ ഫോളോ ചെയ്യുന്ന വ്യക്തി, അതാണ് പഴയ ഗ്രീക്ക് ലെജൻഡ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നാർസിസിസ്റ്റ് എന്ന് വെച്ചാൽ സ്വന്തം ഇമേജിനോട് ഒബ്സസ്ഡ് ആയ വ്യക്തിയാണ്. ഐ ആം സോ ബിഗ്, ഐ ആം സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്നൊരു വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തി തിങ്ക് ചെയ്യുന്നത് ഹൗ മച്ച് വിൽ യു ഗീവ് മീ, ഗീവ് ആൻഡ് ഗീവ് എന്ന തിങ്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാർസിസ്റ്റുകൾ പലപ്പോഴും എംപാത്തുകളെ തിരഞ്ഞെടുക്കും എന്ന് പറയും. എംപാത്തിനെ എന്തുകൊണ്ടാണ് നാർസിസ്റ്റ് എംപാത്തിനെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ എംപാത്ത് ഈസ് എ പേഴ്സൺ ഹു ഗീവ്സ്. ഇതാ പിടിച്ചോ എന്ന് പറയുന്ന ആൾ. നാർസിസ്റ്റിന് ഇത് സന്തോഷമല്ലേ, എന്നാൽ തന്നോളൂ. അതുകൊണ്ട് ദേ ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു സോഴ്സ് ഔട്ട്. അവർക്ക് എംപാത്തുകളെ തിരഞ്ഞെടുക്കുകയും അവരുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യും. സോ ആ ഒരു പാറ്റേൺ ഇവർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ദേ നീഡ് ടു ഗെറ്റ് ഇറ്റ് and they will never stop. ചില ആളുകൾ ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പോൾ പറയുന്നതൊക്കെ അതെ ഞാൻ നാർസിസിസ്റ്റ് ആണ്, എനിക്ക് കുറേ സെൽഫ് ലവ് ഉണ്ട് എന്നൊരു രീതിയിൽ പറയുന്നതൊക്കെ. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എത്ര പെർസെൻറ്റേജ് നാർസിസിസ്റ്റ് ഉണ്ട്? 100% നാർസിസ്റ്റുകളുണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാം, ഈ റൂമിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ചുറ്റും കാണുന്ന എല്ലാവരും നാർസിസ്റ്റുകളാണ്. കാര്യം അതൊരു സ്കെയിലാണ്, അതൊരു സ്പെക്ട്രമാണ്. അതായത് സ്പെക്ട്രത്തിൻ്റെ ഒരറ്റത്ത് സെൽഫ് ലവ്, മറ്റേ അറ്റത്ത് നാർസിസിസം അല്ലെങ്കിൽ സെൽഫ് അബ്സോർപ്ഷനാണ്. എക്സ്ട്രീം ആകുമ്പോഴാണ് പ്രശ്നം. സെൽഫ് ലവ് എക്സ്ട്രീം ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വെൻ സെൽഫ് ലവ് ഒരു ഒബ്സഷനായി മാറുമ്പോൾ സാധാരണ വ്യക്തികൾ നമ്മളൊക്കെ സെൽഫ് ലവ് എല്ലാവർക്കും ഉണ്ട്. ഐ ടെൻഡ് ടു ലവ് മൈ സെൽഫ്. അപ്പം സെൽഫ് ലവിൽ അതായത് എൻ്റെ ഉള്ളിൽ ദർ ഈസ് എ പേഴ്സണാലിറ്റി. അതിനെ ഞാൻ സെൻസ് ഓഫ് ദ സെൽഫ് എന്ന് പറയും. അതായത് ഞാൻ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെടാം പൊതുസമൂഹത്തിൽ നിൽക്കുമ്പം. വെൻ ഐ എം ടോക്കിംഗ് ടു സമ്മൺ, ആ വ്യക്തി എന്നെ ഇൻസൾട്ട് ചെയ്ത് തന്നിരിക്കും. ഞാനൊരു കോമ്പറ്റീഷന് ഫെയിലായെന്നിരിക്കും. മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഇൻഫീരിയർ ആയെന്ന് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ എൻ്റെ മണ്ടയ്ക്ക് അഡ്വാൻറ്റേജ് എടുക്കുമെന്ന് എനിക്ക് തോന്നിയേക്കാം. ദർ ആർ സോ മെനി ഇൻസ്റ്റൻസസ് വിച്ച് ക്യാൻ മേക്ക് മീ ഫീൽ ഡിസ്റ്റർബ്ഡ് ആൻഡ് ഇൻഫീരിയർ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഹെൽത്തി സെൻസ് ഓഫ് ദ സെൽഫ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സാരമില്ല, ഞാൻ ഇതിനൊക്കെ മറികടക്കും. ഐ നോ ദറ്റ് ഐ വിൽ ഗെറ്റ് ഓവർ ഓൾ ദിസ്. അറ്റ് ദ സെയിം ടൈം മറ്റു വ്യക്തിയിൽ നിന്നല്ല, ഐ ഡോണ്ട് സ്റ്റീൽ ഫ്രം അതേഴ്സ്. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഐ വിൽ ഹാൻഡിൽ ദിസ് ഇൻ എ ഹെൽത്തി വേ. ആൻഡ് കാര്യം ഞാൻ എന്നെ ഇൻഫീരിയറായിട്ട് കാണുന്നില്ല, ഞാൻ സുപ്പീരിയറും അല്ല, ഐ എം ഈക്വൽ ടു ആൾ. അതാണ് ഹെൽത്തി സെൻസ് ഓഫ് സെൽഫ് ലവ്. അതാണ് സ്പെക്ട്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. വെൻ ഐ ഫീൽ ദറ്റ്, അതായത് എൻ്റെ ഉള്ളിലൊരു ഹെൽത്തി സെൻസ് ഓഫ് ദ സെൽഫ് ഇല്ലെങ്കിൽ, എങ്ങനെയാണ് സെൻസ് ഓഫ് ദ സെൽഫ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഇറ്റ് കംസ് ത്രൂ മൈ ചൈൽഡ്ഹുഡ്.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ എനിക്ക് തന്ന വാലിഡേഷൻ, എനിക്ക് തന്ന അപ്രീസിയേഷൻ, അതാണ് എൻ്റെ സെൽഫ് എസ്റ്റീം, സെൽഫ് ഇമേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ഉള്ളിലെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഫോം ചെയ്തത് അതിലൂടെ. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ഐഡൻറ്റിറ്റി, എനിക്ക് തന്ന ഫ്രീഡം, അത് കിട്ടാത്ത വ്യക്തി, അത് കിട്ടാതിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഒന്നിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരോ നാർസിസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ എൻമെഷ്ഡ് സിസ്റ്റം. എൻമെഷ്ഡ് എന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി, എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നീ ആയാൽ മതി എന്ന് തിങ്ക് ചെയ്ത് സ്വന്തം ഇഷ്ടങ്ങൾ കുട്ടിയുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിച്ച പേരൻസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഈ സെൽഫ് ലവ് സ്കെയിലിൽ കുട്ടിയുടെ സൂചി അങ്ങേറ്റത്തായിരിക്കും ടുവേർഡ്സ് ബീങ് എ നാർസിസിസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നാളെ ഇപ്പം പുറം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ ഇതുപോലെ ഇൻഫീരിയർ ആയിട്ടുള്ള ഫീലിങ്സ് സിറ്റുവേഷൻ നമുക്ക് എല്ലാ വ്യക്തികളും അങ്ങനെ, നമുക്ക് തോൽവികൾ വരും, ഇവനത് താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവൾക്കത് താങ്ങാൻ പറ്റില്ല. അവർ അവരുടെ ഉള്ളിലേക്ക് അവർക്ക് ഹെൽത്തി സെൻസ് ഇല്ല. ദേ കാൺ ടേക്ക് എനിത്തിങ് ഫ്രം ഇൻസൈഡ് ടു ഓവർകം ദിസ്. പിന്നെ എവിടെ നിന്ന് എടുക്കുക? ഐ വിൽ ടേക്ക് ഫ്രം അതേഴ്സ്. എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കട്ടെടുക്കും. ദാറ്റ് ഈസ് ദ ഫോമിങ് ഓഫ് എ നാർസിസിസ്റ്റ്. സോ ദേ വിൽ ഓൾവേസ് ബി ഓൺ ദ ലുക്ക് ഔട്ട്. എനിക്ക് എവിടെ നിന്ന് കിട്ടാം, എനിക്ക് എവിടെ നിന്ന് കിട്ടാം, എനിക്ക് എവിടെ നിന്ന് കിട്ടാം എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ആ സ്കെയിലിൽ എവിടെ വരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇന്നേ വേ നമ്മുടെ എല്ലാ ഉള്ളിൽ നാർസിസ്റ്റിക് ട്രേറ്റുകളുണ്ട്. ഏതൊരു നല്ല വ്യക്തി എന്ന് പറഞ്ഞാലും ഒരു ആൾ നമ്മുടെ തോന്നിയിട നീ എത്ര പോരാന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കും, വിഷമാവും, നമുക്ക് വിഷമം. പിന്നെ പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അനുസരിച്ച് വേണം നമ്മൾ നമ്മളതിനെ ഡിറ്റർമിൻ ചെയ്യാൻ. എന്തും പറഞ്ഞു ഐ എം ഓക്കെ തിങ്ക് ചെയ്യുന്ന ഒരാൾ ഐ എം കൂൾ, ഐ ഹാവ് ട്രമെൻഡസ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്രൂവ് മൈ സെൽഫ്, ഈസ് എ നോർമൽ പേഴ്സൺ. അല്ല അതിനെ പേഴ്സണലി എടുത്ത് ഗ്രഡ്ജ് വെച്ച് നാളെ എങ്ങനെ ഇവനെ അടിച്ചിടണം എന്ന് തിങ്ക് ചെയ്യുന്ന വ്യക്തി, that becomes a problem. That is a narcissist. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷേ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അല്ല ചിലപ്പോൾ നമ്മൾ പോലും റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ സമയമായെന്നുള്ളത്. സോ വെൻ ടു ലീവ് എ മാൻ ഇൻ എ റിലേഷൻഷിപ്പ്? നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് ആ സ്വീറ്റ് പാർട്ട് കഴിയുമ്പം നമുക്കത് മനസ്സിലാവും ദാറ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല. ദർ ആർ സോ മെനി റെഡ് ഫ്ലാഗ്സ് ഹാപ്പനിങ്. റെഡ് ഫ്ലാഗ്സ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് മനസ്സിലാവും ദാറ്റ് യുനോ എൻ്റെ പാർട്ട്ണർക്ക് എന്നിൽ നിന്ന് പേരൻറ്റിങ് വേണം, എൻ്റെ പാർട്ട്ണർ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് ഓണസ്റ്റ് അല്ല, ചീറ്റ് ചെയ്യുന്നുണ്ട്. എനി ഓഫ് ദിസ് റെഡ് ഫ്ലാഗ്സ് ക്യാൻ കം. അന്നേരം ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യുക. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഞാനിത് കാണുന്നുണ്ട്, നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഐ എം ഫീലിംഗ് ബാഡ് ദാറ്റ് യു ആർ ഡൂയിങ് ദിസ്, വാട്ട് ക്യാൻ യു സേ? പാർട്ട്ണറിൽ നിന്ന് ആൻസർ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ പാർട്ട്ണർ ഒരു സോളിഡ് പോസിറ്റീവ് ആൻസർ തന്നാൽ രണ്ടുപേർക്കും ഒരു അവന്യൂ ഉണ്ട് ടു സോൾവ് ദ റിലേഷൻഷിപ്പ്, ടു സോൾവ് ദ ഇഷ്യൂ ഇൻ ദ റിലേഷൻഷിപ്പ്. എന്നാൽ ആ പാർട്ട്ണറോട് അക്കൗണ്ടബിലിറ്റി എടുക്കാതെ എനിക്കെന്താ പ്രശ്നം, ഇറ്റ്സ് യു, യു ആർ ദ കൾപ്രിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ടു ഗോ ടു എ പ്രൊഫഷണൽ. നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ബ്രദറിനോ സിസ്റ്റർ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറയും. അങ്ങനെ ആ റിലേഷൻഷിപ്പ് നമ്മളൊരു അതിനൊരു ട്രയാങ്കുലേറ്റഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുള്ള റിലേഷൻഷിപ്പ് 3 പേരായി, മൂന്നാമത് ഒരാളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഇഷ്യൂസ് എല്ലാം അവിടെ പറഞ്ഞു കൊടുത്ത് സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. സോ അതല്ലാതെ ദാറ്റ്സ് നോട്ട് ഹൗ വി ഷുഡ് ഡു. ആ മൂന്നാമത്തെ ആളെന്ന് വെച്ചാൽ തെറാപ്പിസ്റ്റ് ആയിരിക്കണം. സോ പോയിന്റ് നമ്പർ 1, ടോക്ക് ടു ദ പാർട്ട്ണർ ഡയറക്ട്ലി, ടെൽ ഹൗ യു ഫെൽറ്റ്. പോയിന്റ് നമ്പർ 2, അവിടെ നടന്നില്ലെങ്കിൽ ഗോ ടു എ തെറാപ്പിസ്റ്റ്. അവിടെയും പാർട്ട്നേഴ്സ് ഒന്നിൽ തെറാപ്പിസ്റ്റിനെ കാണാൻ തയ്യാറല്ല, അക്കൗണ്ടബിലിറ്റി എടുക്കാൻ റെഡിയല്ല, ദെൻ യു ഹാവ് എ ഫെയർ ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വളരുന്നുണ്ടോ? ഈസ് ദിസ് ആക്ച്വലി ഹെൽത്തി? എൻ്റെ പാർട്ട്ണർ എനിക്ക് തരുന്നതിനേക്കാൾ ഉപരി എന്നിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ദെൻ ബട്ട് വിത്തൗട്ട് ഷോയിങ് എനി ഗ്രാറ്റിറ്റ്യൂഡ്, എനി എംപതി, ദെൻ ഇറ്റ് ഈസ് എ ഗ്രീൻ സിഗ്നൽ ഫോർ യു ടു വാക്ക് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, അല്ലേ ഒരുപാട് പേര് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലേ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ഇനിയിപ്പോൾ ഒരു റീൽ കണ്ടിട്ട് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ കൊടുക്കുന്ന ഒരു സംഭവമാണ് 5 ടിപ്സ് ടു മെയിൻറ്റെയിൻ എ ഹാപ്പി ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്. പോയിന്റ് നമ്പർ 1, അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ആൻഡ് ഒരിക്കലും നമുക്ക് പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 2 എന്ന് വെച്ചാൽ ബി അക്കൗണ്ടബിൾ. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഐ എം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്.
പോയിന്റ് 3 ഈസ് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ഹൗ യു ഫീൽ. പാർട്ട്ണറിൻ്റെ മുകളിൽ ബ്ലെയിം ചെയ്യാതെ എല്ലാം നിങ്ങളെന്ന് പറയുന്നതിന് പകരം നിങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് ഐ എം ഫീലിംഗ് സോ ബാഡ്, എൻ്റെ ഫീലിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഷോ എമ്പതി. എൻ്റെ പാർട്ട്ണറിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആളുടെ ലോകം എന്താണ്, ഹൗ ഡു ഫീൽ. പോയിന്റ് നമ്പർ 5 എന്ന് വെച്ചാൽ ഓൾവേസ് ലിസൺ ടു യുവർ പാർട്ട്ണർ. ഐ എം നോട്ട് സെയിങ് ഹിയർ ടു യുവർ പാർട്ട്ണർ, ലിസൺ. ആൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആളുടെ പെയിൻ എന്താണ്, വൈ ഹീസ് സെയിങ് അല്ലെങ്കിൽ വൈ ഷീ സെയിങ് ദിസ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വെൻ ടു ലീവ് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. നാർസിസത്തിനെ കുറിച്ച് സംസാരിച്ചു. നമ്മളെല്ലാവരും നാർസിസിസ്റ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡോക്ടർ സംസാരിച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് സെഷനിൽ ഇരിക്കേണ്ടി വരും. കാരണം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരുപാട് ഉള്ള ആളുകളുള്ള ഒരു നാട്ടിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.